ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫ് ആണ്. ഓക്കെ, സോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ബോക്സ് എന്താ കാണുന്നത്? ഓക്കെ, നമ്മൾ നോബൽ പ്രൈസ് നേടിയ 2020 കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് നേടിയ രണ്ട് സയന്റിസ്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ജെനിഫർ എ ഡൗഡ്ന ആൻഡ് ഇമാനുവൽ ചാർപ്പൻഷിയർ. ഓക്കെ, ദ നോബൽ പ്രൈസ് ഓഫ് 2020 in chemistry was shared by Emmanuel Charpentier and Jennifer A. Doudna for their contributions in field of gene editing. എന്ന് പറഞ്ഞാല് ഈ രണ്ട് സയന്റിസ്റ്റ് വർക്ക് ചെയ്തത് ജീൻ എഡിറ്റിംഗ് എന്നൊരു ബ്രാഞ്ചിലായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ DNA, ഓക്കെ, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന DNA, RNA, അതേപോലെ നമ്മൾ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ്, ഓക്കെ, അതിന് പിന്നിൽ അതിന്റെ ഹിസ്റ്ററി എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്. ഓക്കെ, സോ അതിന്റെ ബേസ് ആണ് ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതായത് ജീൻ എഡിറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ്, അതായത് നമ്മളെ ജീൻസിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് ഇവര് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ടെക്നോളജിനെ അല്ലെങ്കിൽ ആ ഒരു ഡിസ്കവറിനെ ഇവരെന്ത് വിളിച്ചു? CRISPR-Cas9. ഓക്കെ, CRISPR-Cas9 എന്നൊരു പേര് വിളിച്ചു. ഓക്കെ, CRISPR-Cas9 തിയറി. ഓക്കെ, ഇതിനെന്താ സംഭവിക്കുന്നത് വെച്ചാല് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മളെ ജീനുകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ്, ഓക്കെ, അത് നമുക്ക് വരുത്താൻ സാധിക്കും എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. സോ ഇവിടെ കാണാതെ, അതായത് this discovery is expected to make revolutionary advance in genetic disease therapy and treatment of cancer. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജനിതകപരമായിട്ട് വന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റിനുള്ള പോസിബിലിറ്റീസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. കൂടാണ്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്. അതായത് നമ്മള് ചെടികൾക്ക്, നമ്മളെ വിളകൾക്ക്, നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന, നമ്മളെ കൃഷി ചെയ്യുന്ന സമയത്തുള്ള വിളകൾക്ക് പെസ്റ്റ് അറ്റാക്ക് വരലുണ്ട്, കോമൺ ആണ്. ഓക്കെ, എന്തെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ വരാം, അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്ക് വരാം. സോ ഇത്തരത്തിലുള്ള ചെടികൾക്ക് നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സിന് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അവരുടെ ജീനുകളെ എഡിറ്റിംഗ് വരുത്തിയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ക്രോപ്സുകളെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ പ്രധാന കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇവിടെ ഒരു കുട്ടിയുടെ ഡൗട്ട് നമുക്ക് കാണാം. ക്യാൻ ഇവൻ സീ ജീൻസ്, ദെൻ ഹൗ ക്യാൻ ഇറ്റ് ബി എഡിറ്റഡ്? ഓക്കെ, അതായത് നമുക്ക് ജീനുകൾ എന്ന് പറയുന്നത് കാണാൻ പറ്റൂല. നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ സെൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ സെൽസ്? കോശങ്ങള്. ഓക്കെ, നമ്മളെ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, അതായത് ജീവന്റെ അടിസ്ഥാന ഘടകം. ഓക്കെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ കോശങ്ങളാ? ഇല്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കും. ഈ സെൽസിനെക്കാളും ചെറുതാണ് എന്ത്? നമ്മൾ DNA അല്ലെങ്കിൽ നമ്മൾ ജീൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അത് അത്രയും മൈക്രോസ്കോപ്പിക് ആണ്. സോ അതെങ്ങനെയാ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ കുട്ടി ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി ഇങ്ങനത്തെ ഒരു ഡൗട്ടുകൾ വന്നിട്ടുണ്ടാവാം. സോ അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉടനീളം ഈ കുട്ടിയുടെ ഡൗട്ട് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യും. ഓക്കെ, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് ഈ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ? എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് DNA. ഓക്കെ, എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് DNA, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. DNA ഫുൾ ഫോം ആണെന്ത്? ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ആൻഡ് ജീൻസ് പേവ്ഡ് ദ വേ ഫോർ ജീൻ എഡിറ്റിംഗ്. അതായത് ഇത് മനസ്സിലാക്കിയതേ കൂടി, അതായത് ഈ DNA പറ്റി ഡീപ്പർ ആയിട്ട് മനസ്സിലാക്കുന്നതിൽ കൂടിയാണ് എന്ത് നമുക്ക് ജീൻ എഡിറ്റിംഗ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് എവിടെയാണ് നമ്മുടെ DNA ഉള്ളത്? ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ ഓഫ് DNA, നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് DNA ഉള്ളത്? DNA, RNA, നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എവിടെയുള്ളത്? ഓക്കെ, നമ്മളെ കോശങ്ങളുടെ ഉള്ളത്. കോശങ്ങൾ നമ്മളെ ശരീരം ഉടനീളം ഉണ്ട്. നമ്മളെ ബോഡിയിൽ മൊത്തം ഉള്ളതാണ് എന്ത്? നമ്മളെ കോശങ്ങൾ വരുന്നത്. അപ്പൊ DNA എവിടെയുള്ളത്? ഓക്കെ, DNA എന്ന് പറയുന്നത് നമ്മളെ കോശങ്ങൾക്കുള്ളിലാണ്. ഓക്കെ, നമ്മളെ കോശങ്ങൾക്കുള്ളിൽ എന്തുണ്ട്? ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്. 8ാം ക്ലാസ് ഒരുപാട് പഠിച്ചതാണ്. എന്തൊക്കെ സെൽ ഓർഗനൽസ് ഉണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, ഗോൾഗി കോംപ്ലക്സ് ഉണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്? റൈബോസോം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. ഓക്കെ, ഒരുപാട് എണ്ണം പഠിച്ചിട്ടില്ലേ? സോ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് DNA ലൊക്കേഷൻ എവിടെയാണെന്നാണ്. സോ DNA എന്ന് പറയുന്നത് എവിടെയാ? അതായത് നമ്മുടെ സെല്ലിനുള്ളില്. ഓക്കെ, നമ്മുടെ സെല്ലിനുള്ളില് എവിടെയാ? ന്യൂക്ലിയസിനകത്താണ് എന്ത് കാണുന്നത്? DNA. ഓക്കെ, നമ്മുടെ സെല്ലിനകത്തുള്ള ന്യൂക്ലിയസിനുള്ളിലുള്ള ക്രോമസോമിലാണ് എന്ത് കാണുന്നത്? DNA, അതായത് നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, നമ്മുടെ സെല്ലിനകത്തെ ന്യൂക്ലിയസിനകത്തെ ക്രോമസോമിലാണ് എന്ത് കാണുന്നത്? DNA, അതായത് മർമ്മത്തിനകത്ത്. ഓക്കെ, കോശത്തിനകത്ത് മർമ്മത്തിനകത്ത് എന്തുണ്ട്? ക്രോമസോം ഉണ്ട്. അതിനകത്താണ് എന്ത് കാണുന്നത്? നമ്മളെ DNA എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി എന്താണ് DNA സ്ട്രക്ചർ, അതേപോലെ എന്താണ് DNA ഹിസ്റ്ററി, DNA ആര് കണ്ടുപിടിച്ചു? ഓക്കെ, അതാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും 4 സയന്റിസ്റ്റിനെ തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ചിത്രത്തില് 4 സയന്റിസ്റ്റുകളെ ചിത്രം തന്നിട്ടുണ്ട്. സോ ഇതിൽ പ്രധാനപ്പെട്ട ആളാണ് ആര്? റോസലാൻഡിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, റോസലാൻഡിൻ ഫ്രാങ്ക്ലിൻ ഏറ്റവും പ്രധാനപ്പെട്ട DNA പറ്റി എപ്പോഴൊക്കെ സംസാരിക്കുന്നോ അപ്പോഴൊക്കെ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട സയന്റിസ്റ്റ് ആണ് ആര്?
റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, അവരാണ് DNA-യുടെ ആദ്യത്തെ പിക്ചർ എടുത്ത സയന്റിസ്റ്റ്. ഓക്കെ, അതുപോലെ മറ്റു ചില സയന്റിസ്റ്റ് കൂടി ഉണ്ട്. ആരൊക്കെയാ? മൗറിസ് വിൽക്കിൻസ്. ഓക്കെ, മൗറിസ് വിൽക്കിൻസും അതേപോലെ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും. ഓക്കെ, ഇവരും 4 പേരുമാണ് ഏറ്റവും പ്രധാനമായിട്ടും DNA-യുടെ സ്റ്റഡിനെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടത്. ഓക്കെ, സോ in 1953 ജെയിംസ് വാട്സൺ along with ഫ്രാൻസിസ് ക്രിക്ക് had presented the double helical model of DNA. ഓക്കെ, DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ. ഓക്കെ, DNA-യുടെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം എങ്ങനെയാ DNA-യുടെ സ്ട്രക്ചർ വരുന്നത്. അതായത് ഡബിൾ ഹെലിക്കൽ ആണ്. ഓക്കെ, ഡബിൾ ഹെലിക്കൽ നമ്മുടെ DNA-യുടെ സ്ട്രക്ചർ ആണ് എങ്ങനെയാ? ഡബിൾ ഹെലിക്കൽ ആണ്. ഓക്കെ, ഡബിൾ ഹെലിക്കൽ അതായത് നമ്മളെ ഏണിയില്ലേ? ഓക്കെ, നമ്മളെ ഏണി നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഏണി പടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് നമ്മളെ DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, DNA-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മളൊരു നമ്മളെ ഏണി ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഏണി, അതൊന്ന് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ബിൽഡിങ്സിലൊക്കെ ആ രീതിയിൽ തന്നെ ഉണ്ട്. DNA-യുടെ ഷേപ്പിൽ തന്നെയുള്ള ആ ഒരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് നിങ്ങൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ രീതിയിലാണ് നമ്മളെ DNA-യുടെ സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, സോ അത് നമുക്ക് നോക്കാം. സോ ആ രീതിയിലാണ്, ആ ഒരു ഡബിൾ ഹെലിക്കൽ മോഡൽ ആണെന്ന് ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. ഓക്കെ, they proposed the structure of DNA based on the X-ray diffraction studies conducted by റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ഓക്കെ, എസ്പെഷ്യലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിൻ ആണ് സ്റ്റഡി നടത്തിയത്. മൗറിസ് വിൽക്കിൻസ് അവരൊപ്പം ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിനാണ്. ഓക്കെ, അവരാണ് ഈ ശരിക്കും ഈ തിയറി അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയിട്ട് പിക്ചർ കൊണ്ടുവന്നത്. ഓക്കെ, അതായത് അവരെടുത്ത ഈ പിക്ചർ ആണ് ഈ ചിത്രത്തിൽ കാണുന്ന ഫോട്ടോ 5.1. ഓക്കെ, ഇത് കാണാം. ഓക്കെ, ഫോട്ടോ 5.1 ഇതാണ് അവർ ആദ്യമായിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി. എക്സ്റേ ആകുമ്പോൾ നമ്മൾ അറിയാലോ, നമുക്ക് എല്ലിനൊക്കെ പൊട്ടൽ വന്നിട്ടുണ്ട്, നമ്മൾ എക്സ്റേ എടുക്കില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കില്ലേ. സെയിം വേ അവർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി നടത്തിയിട്ട് അങ്ങനെ കിട്ടിയ DNA-യുടെ പിക്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് പറയുന്നത് റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിൻ പാസ്ഡ് എവേ അറ്റ് ദ ഏജ് ഓഫ് 37 in 1958. അവർ ക്യാൻസർ ബാധിച്ചിട്ട് 37 വയസ്സിൽ അവർ മരണപ്പെട്ടു. ഓക്കെ, അവർക്ക് അംഗീകാരം ലഭിക്കാണ്ട് പോയൊരു ശാസ്ത്രജ്ഞ കൂടിയാണ് അവര്. ഓക്കെ, അവർക്ക് 37 വയസ്സിൽ അവർ ക്യാൻസർ ബാധിച്ച് അവർ മരണപ്പെട്ടു. പിന്നീട് ജെയിംസ് വാട്സൺ. ഓക്കെ, ജെയിംസ് വാട്സൺ അതേപോലെ മൗറിസ് വിൽക്കിൻസും പിന്നെ ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് മോറിസ് വിൽക്കിൻസ്. ഓക്കെ, ഇവര് 3 പേരും കൂടി എന്ത് ചെയ്തു? അവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് കിട്ടി. മെഡിസിനിൽ 1962 അവർക്ക് 3 പേർക്കും നോബൽ പ്രൈസ് 1962 അവർക്ക് 3 പേർക്കും നോബൽ പ്രൈസിന് വിധേയരായി. ഓക്കെ, പിന്നീട് അവരാണ് ഈ പറഞ്ഞ ഡിസ്കവറി ഓഫ് ഡബിൾ ഹെലിക്സൽ മോഡൽ ഓഫ് DNA എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും അംഗീകാരം ലഭിക്കാണ്ട് പോയ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു സയന്റിസ്റ്റ് ആണ് റോസ്ലാൻഡിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞയാണ് അവര്. ഓക്കെ, അടുത്ത് നമ്മള് DNA-യുടെ സ്ട്രക്ചർ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, DNA-യുടെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത്. ഓക്കെ, DNA-യുടെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടതാണ് ന്യൂക്ലിയോടൈഡ്. ആര്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ആണ് DNA-യുടെ ബിൽഡിംഗ് ബ്ലോക്ക്. DNA ഉണ്ടാക്കിയിരിക്കുന്ന ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, നമ്മളെ ബോഡിയുടെ, അതായത് നമ്മളെ ലൈഫ്, അതായത് നമ്മൾ പറയില്ലേ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ഈസ് സെൽ. ഓക്കെ, നമ്മുടെ ജീവന്റെ അടിസ്ഥാന ഘടകം കോശമാണ്. അതേപോലെ DNA, നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന DNA-യുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് വരുന്ന ആരാ? നമ്മളെ ന്യൂക്ലിയോടൈഡ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ. ഓക്കെ, ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഡിയോക്സി റൈബോസ് ഷുഗർ, അതേപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. ഓക്കെ, ഇവരൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മളെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ആരൊക്കെയാ? ഡിയോക്സി റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. ഓക്കെ, ഇവരൊക്കെ അടങ്ങിയിരിക്കുന്നതാണ് നമ്മളെ DNA-യുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് ഈ 3 പദാർത്ഥങ്ങൾ? അത് നമ്മൾ നോക്കാൻ പോവാം. ഒന്നാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട്സ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സിനെ പരസ്പരം ലിങ്ക് ചെയ്യുന്ന ഒരു ബോണ്ട് ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ആളാണ് ഡിയോക്സി റൈബോസ് ഷുഗർ. ഒരു 5 കാർബൺ ഷുഗർ ആണ്. അതിൽ 5 കാർബൺ ഷുഗർ ഉണ്ട്. കൂടാണ്ട് അവര് ഡിയോക്സി റൈബോസ്, ആ പേരിൽ തന്നെയുണ്ട്, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ, ഓക്സിജന്റെ ആബ്സെൻസ് അതിൽ കാണാം. പിന്നെ അടുത്ത ഗ്രൂപ്പാണ് നൈട്രജൻ ബേസ്. ഓക്കെ, നൈട്രജൻ ബേസ് മുകളിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നൈട്രജൻ ബേസ്? അഡിനിൻ ഉണ്ട്, തൈമിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, അതേപോലെ സൈറ്റോസിൻ ഉണ്ട്. ഓക്കെ, ഇവരാണ് നമ്മളെ നൈട്രജൻ ബേസുകളായിട്ട് DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഇവര് പരസ്പരമുള്ള ബോണ്ടിങ് കാണാം. ഓക്കെ, DNA-യിൽ നൈട്രജൻ ബേസുകൾ പരസ്പരമുള്ള ബോണ്ടിങ് നമുക്ക് ഇവിടെ കാണാം. ഇവർ തമ്മിൽ ഒരു ട്രിപ്പിൾ ബോണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ആരൊക്കെ തമ്മിൽ? നമ്മളെ ഗ്വാനിനും അതേപോലെ സൈറ്റോസിനും തമ്മിലൊരു ട്രിപ്പിൾ ബോണ്ട് ഷെയർ ചെയ്യുന്നു. ആ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, അവർ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ടാണ് അവർ ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ ആള്
അഡിനിനും തൈമിനും അവർ തമ്മിൽ എന്താ ഷെയർ ചെയ്യുന്നത്? അവരൊരു ഡബിൾ ബോണ്ട് ആണ്. അതും ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്, അതൊരു ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, ഇതാണ് അവർ പരസ്പരമുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നടുവിൽ കാണുന്ന ഈ റീജിയനെ നമ്മൾ റങ്സ് എന്ന് വിളിക്കും. ഓക്കെ, റങ്സ്. ഓക്കെ, ഫോംഡ് ബൈ ദ പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസ് പെയർസ്. ഓക്കെ, നൈട്രജൻ ബേസ് തമ്മിലുള്ള പെയറിംഗിലൂടെയാണ് ഈ റങ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ റങ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളെ നൈട്രജൻ ബേസുകൾ തമ്മിലുള്ള പെയറിംഗിലൂടെ കൂടിയിട്ട്. അതേപോലെ ഈ ഒരു റീജിയൻ, ഓക്കെ, ഇതെന്താ? DNA സ്ട്രാൻഡുകളാണ്. ഓക്കെ, DNA സ്ട്രാൻഡുകളാണ് ഈ കാണുന്ന ചുറ്റി നിൽക്കുന്നത്, ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ DNA സ്ട്രാൻഡുകളാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ, സോ അടുത്തത് നമ്മള് എന്താ? സൈസ് ഓഫ് DNA ആണ്. ഓക്കെ, DNA സൈസിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ദ DNA ഇൻ ഈച്ച് ക്രോമസോം ഈസ് അബൌട്ട് 2 inches, that is 5 centimeter long. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഇരിക്കുന്ന DNA, നമ്മുടെ ക്രോമസോമിനകത്ത് ഇരിക്കുന്ന DNA സൈസ് എന്ന് പറയുന്നത് ഏകദേശം 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, DNA വലിപ്പം എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ് അതിന്റെ നീളം. ഓക്കെ, അതേപോലെ ഇഫ് DNA ഫ്രം 46 chromosome of a human cell joins together, it would be around 6 feet in length. That is equal to 2 meter. ഓക്കെ, അതായത് ഏകദേശം 2 മീറ്ററോളാണ് നമ്മുടെ മൊത്തം 46 ക്രോമസോം എടുത്തു കഴിഞ്ഞാല് നമ്മുടെ DNA വലിപ്പം എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് അതിന്റെ വലിപ്പം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഹ്യൂമൻ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രില്യൺസ് 1 lakh crore ഓഫ് സെൽസ്. നമ്മുടെ ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ട്രില്യൺസ് ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് കോടിക്കണക്കിന് സെൽസ് കൊണ്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇഫ് ദ DNA ഓഫ് ഓൾ ദ സെൽസ് ജോയിൻ ടുഗദർ ഇറ്റ് വുഡ് ബി അബൌട്ട് 67 ബില്യൺ. ഓക്കെ, 67 ബില്യൺ വരും. ഓക്കെ, മൈൽസ് ഇൻ ലെങ്ത്. ഓക്കെ, അത്രയും വലിപ്പമാണ്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മള് ഭൂമിനെ റാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് കാപ്പബിൾ ഇനഫ് ടു റാപ്പ് അറൌണ്ട് ദ എർത്ത് ഓവർ 2 million times. ഓക്കെ, 2 million times നമുക്ക് ഈ ഭൂമിനെ എന്ത് ചെയ്യാൻ പറ്റും? റാപ്പ് ചെയ്യാൻ പറ്റും, പൊതിഞ്ഞെടുക്കാൻ പറ്റും. അത്രക്കും വലിപ്പം, പൊതിഞ്ഞെടുക്കുന്നുള്ള അർത്ഥം വെച്ചാൽ അത്രയും വലിപ്പമാണ് നമ്മള് മൊത്തം ബോഡി എടുത്തു കഴിഞ്ഞാൽ, അതിന് മൊത്തം DNA എടുത്തു കഴിഞ്ഞാൽ ആ നീളം വരുന്നത്. ഓക്കെ, അത്രയും വലിപ്പമാണ് DNAക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കൊരു ഡൗട്ട് ആണ്, ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഹൗ ഡസ് സച്ച് എ ലാർജ് DNA ഫിറ്റ് ഇൻ ടു ദ ക്രോമസോം ഓഫ് ടൈനി സെൽ? ഓക്കെ, നമ്മളെ കോഴ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈക്രോസ്കോപ്പിക് ആണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട്, നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സെൽസിനകത്ത് എങ്ങനെയാണ് ഈ ക്രോമസോമിനകത്ത് ഈ DNA ഫിറ്റ് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോന്നെ. ഓക്കെ, എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്? സോ അതാണ് ഇനി പറയാൻ പോന്നെ. നമുക്കിവിടെ കാണാം, ഇതാണ് ഒരു DNA. ഓക്കെ, ഈ DNA എന്ത് ചെയ്യുന്നു? DNAക്ക് ഒരു ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം. ക്രോമസോമിന്റെ പ്രാഥമിക ഘടകങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, പ്രൈമറി കമ്പോണൻസ് എന്ന് പറയുന്നത് DNA-യും അതേപോലെ ഹിസ്റ്റോൺ പ്രോട്ടീൻസും ആണ്. ഓക്കെ, ഇവരാണ് ഇതിന്റെ പ്രൈമറി കോമ്പോണൻസ്. ഇനി 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ജോയിൻ ടുഗദർ ടു ഫോം എ ഹിസ്റ്റോൺ ഒക്ടോമർ. ഓക്കെ, ചിത്രത്തിൽ കാണാം 8 എന്ത് ചെയ്യുന്നു? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ട് മാറുന്നു. ഓക്കെ, 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിയിട്ട് ഒരു ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ട് മാറുന്നു. ഓക്കെ, ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ട് മാറുന്നു. ക്ലിയർ ആയ? ഓക്കെ, അതായത് 8 ഹിസ്റ്റോൺ മോളിക്യൂൾസ് കൂടിയിട്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻ മോളിക്യൂൾസ് കൂടിയിട്ട് ഒരു ഒക്ടോമർ, ഹിസ്റ്റോൺ ഒക്ടോമർ ആയിട്ട് മാറുന്നു. ഈ DNA സ്ട്രാൻഡ് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ചിത്രത്തിൽ കാണാം, DNA സ്ട്രാൻഡ് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് അങ്ങ് റാപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇതൊരു ഇതൊരു ഹിസ്റ്റോൺ മോളിക്യൂൾ ആണെന്ന് കൂട്ടിക്കോ. ഓക്കെ, ഇതൊരു ഹിസ്റ്റോൺ മോളിക്യൂൾ ആണെങ്കിൽ DNA സ്ട്രാൻഡ് പോയിട്ട് എന്ത് ചെയ്യുന്നു? DNA സ്ട്രാൻഡ് പോയിട്ട് ഇതിനെ റാപ്പ് ചെയ്യും. ഓക്കെ, DNA സ്ട്രാൻഡ് ഇതിലെങ്ങനെ റാപ്പ് ചെയ്യും? ചുറ്റും. ഓക്കെ, ഹിസ്റ്റോൺ മോളിക്യൂളിനാ അല്ലെങ്കിൽ ഹിസ്റ്റോൺ പ്രോട്ടീനാ 8 എണ്ണം കൂടിയ ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ റാപ്പ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ റാപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ഇതിനെ ചുറ്റും. ഓക്കെ, കോയിൽ ചെയ്ത് നിൽക്കും. അങ്ങനെ ബൈൻഡ് ചെയ്ത് ഇതിങ്ങനെ ചുറ്റി പാക്കറ്റ് ആയിട്ട് പാക്കേജ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ നിങ്ങൾ ഒരു ലൈബ്രറി പോവുകയാണെങ്കിൽ നിങ്ങൾ ബുക്കുകൾ എന്താ നമ്മൾ ഷെൽഫിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ആ ബുക്കുകൾ മൊത്തം ഇങ്ങനെ വാരി വെച്ച് കുത്തി നിറച്ചാലോ സ്പേസ് കുറയും. ഓക്കെ, അപ്പൊ സ്പേസ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ അടുക്കി വെക്കും. ഓക്കെ, ഇൻ ദ സെയിം വേ നമുക്ക് DNA അത്രയും വലിപ്പം, നമ്മുടെ DNA വലിപ്പം പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രയും വലിപ്പമുള്ള DNA നമ്മുടെ സെല്ലിനകത്ത് എന്ത് ചെയ്യണം? നമുക്ക് പിടിച്ചു നിർത്തണം. അങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മള് ഈ പറഞ്ഞ ഹിസ്റ്റോൺ ഒക്ടോമറിലേക്ക് ഇതിനെ അങ്ങനെ റാപ്പ് ചെയ്യും. ഓക്കെ, ഇതിനെ കോയിൽ ചെയ്ത് വെക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, DNA strand wind around this octomer to form a structure called nucleosome. അങ്ങനെ ഈ സ്ട്രക്ചർ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ടാകുന്ന ആ ഒരു പേരാണ്, ആ ഒരു സ്ട്രക്ചറിന്റെ പേരാണ് ന്യൂക്ലിയോസോം. ഓക്കെ, DNA സ്ട്രാൻഡ് പോയിട്ട് നമ്മുടെ ഹിസ്റ്റോൺ മോളിക്യൂളിനെ, ഹിസ്റ്റോൺ പ്രോട്ടീൻ അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറിന്റെ പേരാണ് എന്തെന്ന്? ന്യൂക്ലിയോസോം. ആൻഡ് ദ ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ്
കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ് ആൻഡ് റീകോയിലിംഗ് ദ ചെയിൻസ് ഓഫ് ന്യൂക്ലിയോസോം. നമ്മളെ ക്രോമസോം എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഈ പറഞ്ഞ ന്യൂക്ലിയോസോംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ DNA സ്ട്രാൻഡുകൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ എങ്ങനെ ബൈൻഡ് ചെയ്ത് അത് കോയിൽ ചെയ്ത് വീണ്ടും റീകോയിൽ ചെയ്ത് അങ്ങനെ കോയിൽ ചെയ്ത് ഉണ്ടാവുന്നതാണ് എന്ത്? നമ്മുടെ ന്യൂക്ലിയോസോം. അതിന് പിന്നീട് വീണ്ടും കോയിലിംഗ് നടക്കുമ്പോഴാണ് നമ്മുടെ ക്രോമസോംസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോമസോമിന്റെ ചിത്രം. ഓക്കെ, ക്രോമസോമിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ ഈ സെന്റർ റീജിയൻ, ഓക്കെ, ക്രോമസോമിന്റെ ഈ സെന്റർ റീജിയനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഓക്കെ, നമ്മുടെ ക്രോമസോമിന്റെ സെന്റർ റീജിയനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ഓക്കെ, ഈ സെൻട്രോമിയറിന് 4 ഇതളുകൾ നമുക്ക് കാണാം, 4 വിങ്സ് ഉണ്ട്. ഓക്കെ, ഈ വിങ്സിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. ഓക്കെ, ക്രോമാറ്റിഡ്സ് ക്രോമസോമിന്റെ 4 ഇതളുകളെയാണ് ക്രോമാറ്റിഡ്സ് വിളിക്കുന്നത്. അതിനാ പിടിച്ചു നിർത്തുന്ന സെന്റർ റീജിയൻ എന്ന് വിളിക്കുന്നു. സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഞാൻ പറയുമ്പോ ജസ്റ്റ് നോട്ട് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, ബ്രീഫ് ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഇനി ഹ്യൂമൻ ക്രോമസോംസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഹ്യൂമൻസിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് ക്രോമസോംസ് ആണ് ഉള്ളത്. ഓക്കെ, 2 ടൈപ്സ് ഓഫ് ക്രോമസോം ആണ് ഉള്ളത്. ഒന്നാമത്തത് സൊമാറ്റിക് ക്രോമസോമും രണ്ടാമത്തത് സെക്സ് ക്രോമസോംസും ആണ്. ഓക്കെ, ഒന്നാമത്തെ സൊമാറ്റിക് ക്രോമസോം ആണ്, രണ്ടാമത്തെ സെക്സ് ക്രോമസോം ആണ്. സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളെ ബാഹ്യപരമായിട്ടുള്ള സവിശേഷതകൾ നിർണ്ണയിക്കും. അതേപോലെ സെക്സ് ക്രോമസോം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ലിംഗനിർണയം, ഓക്കെ, മെയിൽ ആവണോ ഫീമെയിൽ ആവണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് സെക്സ് ക്രോമസോംസ് ആണ്. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് സൊമാറ്റിക് ക്രോമസോം. ദീസ് ആർ ക്രോമസോം ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മളെ ബാഹ്യപരമായിട്ടുള്ള സവിശേഷതകളാണ്, നമ്മളെ ബോഡിയുടെ സവിശേഷതകൾ നിർണ്ണയിക്കുന്ന ആളാണ് ആര്? നമ്മുടെ സൊമാറ്റിക് ക്രോമസോംസ്. ആൻഡ് ദീസ് ആർ there are 22 pairs of somatic chromosome. 22 ജോഡികളുണ്ട്. സൊമാറ്റിക് ക്രോമസോം എത്രയുണ്ട്? 22 ജോഡികളുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം 44 വരും. 22 ജോഡി വരുമ്പോൾ ടോട്ടൽ കൂട്ടി എത്ര? 44 വരും. ഓക്കെ, a pair of identical chromosome together form a homologous chromosome. ഓക്കെ, 2 പേരുകളായിട്ടാണ്, ഇവർ പേഴ്സ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. ഈ പേരുകളെ വിളിക്കുന്നത്, ഒരേപോലെ ഇരിക്കുന്ന പേരുകളെ നമ്മൾ വിളിക്കുന്നു ഹോമോലോഗസ് ക്രോമസോം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ. ഓക്കെ, ഇതെല്ലാം എന്താ? ഹോമോലോഗസ് ക്രോമസോം ആണ്. എന്ന് വെച്ചാൽ ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോംസ് ആണ്. ഓക്കെ, ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോം ആണ് എന്താ വിളിക്കുന്നത്? ഹോമോലോഗസ് ക്രോമസോം. ആൻഡ് വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ മദർ ആൻഡ് ദ അതർ ഈസ് ഫ്രം ദ ഫാദർ. ഒന്ന് നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടും, മറ്റൊന്ന് അച്ഛനിൽ നിന്ന് കിട്ടും. ഓക്കെ, ഒരു ക്രോമസോം നമുക്ക് അമ്മ തരും, മറ്റൊന്ന് അച്ഛൻ തരും. മൊത്തം എത്ര? 22 ജോഡികളാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ 44 വരും. ഓക്കെ, കൂടാണ്ട് 2 സെക്സ് ക്രോമസോമും ഉണ്ട്. ഓക്കെ, 2 സെക്സ് ക്രോമസോമും ഉണ്ട്, XY അല്ലെങ്കിൽ XX. ഓക്കെ, അപ്പൊ ടോട്ടൽ എല്ലാം കൂടുമ്പോൾ എത്ര വരും? 44 + 2 46 വരും. ഓക്കെ, 46 ക്രോമസോം ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദീസ് ആർ ക്രോമസോം വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, നമ്മുടെ ലിംഗനിർണയം. ഓക്കെ, ഒരു വ്യക്തി പുരുഷനാണോ അല്ലെങ്കിൽ സ്ത്രീ ആവണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് ആരാ? ഈ പറഞ്ഞ സെക്സ് ക്രോമസോം ആണ്. ഓക്കെ, they are of 2 types, X chromosome and Y chromosome. ഓക്കെ, 2 ടൈപ്പ് ആണുള്ളത്. ഒന്ന് X chromosome ആണ്, മറ്റൊന്ന് Y chromosome ആണ്. ഓക്കെ, the Y chromosome is comparatively smaller than that of X chromosome. ഓക്കെ, ചിത്രത്തിൽ കാണാം നമ്മുടെ Y chromosome എന്ന് പറയുന്നത് എന്താ? ഇവിടെ ചിത്രത്തിൽ വളരെ വൃത്തിയായിട്ടുണ്ട്. ഓക്കെ, എന്താ Y chromosome എന്ന് പറയുന്നത് Xനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ചെറുതാണ്, കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്. X chromosome രണ്ടും ഒരേപോലെ ഇരിക്കും. ഓക്കെ, സോ Y chromosome എന്ന് പറയുന്നത് കുറച്ചും കൂടി ചെറുതാണ്. അതേപോലെ the SRY gene on the SRY gene പ്രധാനപ്പെട്ടതാണ്. SRY gene on the Y chromosome is responsible for the development of testis in the embryo. ഓക്കെ, ഭ്രൂണത്തില് ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള ജീനാണ് SRY ജീൻ. ഓക്കെ, Y ക്രോമസോമിൽ ഉണ്ടാകുന്ന SRY ജീനാണ് ഒരു കുട്ടി പുരുഷനാകുന്നത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അതായത് സ്ത്രീകളിലെ ഉണ്ടാകുന്ന ക്രോമസോം XX ക്രോമസോം ആണ്. പുരുഷന്മാരിലെ മെയിൽ ബോഡിയിലാണ് ഉണ്ടാകുന്നത് XY ക്രോമസോം ഉണ്ടാകുന്നത്. ഓക്കെ, XY ക്രോമസോം ഉണ്ടാകുന്നത്. ഈ Y ക്രോമസോമിനകത്തുള്ള SRY ജീനാണ് എന്ന് നിർണ്ണയിക്കുന്നത് ആ കുട്ടി പുരുഷനാവണോ എന്നത് നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ, സോ അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ. ഓക്കെ, ഇതാണ് ഒരു ഫീമെയിൽ. ഓക്കെ, ഇതാണ് ഒരു ഫീമെയിൽ. ഈ റെഡ് കളറിൽ കാണിക്കുന്നതാണ് ഒരു ഫീമെയിൽ. ഓക്കെ, സോ എന്താ 44 + XX. ഓക്കെ, 44 + XX എന്ന് നിർണ്ണയിക്കുന്നതാണ് എന്ത്? ഒരു ഫീമെയിൽ ബോഡി. ഓക്കെ, അവർക്ക് രണ്ടും X ക്രോമസോംസ് ആണ്. ഓക്കെ, ഇനി 44 + XY. ഓക്കെ, 44 + XY ഇതാണ് ഒരു പുരുഷൻ. ഓക്കെ, ഒരു മെയിൽ ബോഡി. ഓക്കെ, അവർക്ക് 2 ക്രോമസോംസ് ഉണ്ട്, ഒന്ന് X ഉം മറ്റൊന്ന് Y ഉം ആണ്. സ്ത്രീകളിലാണെങ്കിൽ 2 X ആണ്. ഓക്കെ, സോ
അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അടുത്തത് ഓക്കെ, അടുത്തത് എന്താണ് ജീൻ? ഓക്കെ, നമ്മള് DNA പറ്റി പറഞ്ഞു. ഇനി എന്താണ് ജീൻ? ഓക്കെ, നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ എന്തെന്നൊക്കെ പറഞ്ഞു. സോ അതിന് എന്താണ് ജീൻ എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. DNA-ക്ക് അകത്തിരിക്കുന്ന ഒരു ന്യൂക്ലിയോടൈഡിന്റെ സ്പെസിഫിക് സീക്വൻസിനെയാണ്, ഒരു കൃത്യമായ ഒരു ശ്രേണിനെയാണ് എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻസ് വിച്ച് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ജീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആൻഡ് ഫോർ കൺട്രോളിംഗ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ ബോഡിയിൽ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മൾ 9ാം ക്ലാസ്സിൽ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ട്. എന്താ? കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ന്യൂക്ലിക് ആസിഡിൽ വരുന്നതാണ് DNA-യും RNA-യും. അതേപോലെ നമ്മളെ ബോഡിക്ക് അകത്ത് എന്തുണ്ട്? ഈ പ്രോട്ടീൻ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ പ്രധാന കാരണം, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് ആര്? നമ്മളെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ജീൻ. ഓക്കെ, ജീനാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന പ്രധാനപ്പെട്ട ആള്. ഓക്കെ, സോ ഇവിടെ ചിത്രത്തിൽ കാണാം, ക്രോമസോമിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. ഓക്കെ, നമ്മുടെ സെല്ലെടുത്തു. സെല്ലിനകത്ത് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ആരുണ്ട്? ക്രോമസോം ഉണ്ട്. ആ ക്രോമസോമിനുള്ളിലാണ് ആരുള്ളത്? നമ്മളെ DNA ഉള്ളത്. ആ DNA-ക്ക് അകത്ത് ഓക്കെ കോഡായിട്ട് കാണാം. ഇതാണ് എന്ത്? നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ജീൻ എന്ന് പറയുന്നത്. സോ ദ ന്യൂക്ലിക് ആസിഡ് RNA ഓൾസോ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതിൽ DNA-നെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ RNA എന്ന് പറയുന്നത്. ഓക്കെ, RNA-യുടെ ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA is another type of nucleic acid similar to DNA. ഓക്കെ, DNA-നെ പോലെ തന്നെ അല്ലെങ്കിൽ DNA-യോട് സിമിലാരിറ്റി കാണിക്കുന്ന മറ്റൊരു ഫാക്ടർ ആണ് ആര്? നമ്മുടെ RNA എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. അവർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ന്യൂക്ലിയോടൈഡ്സ് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് ന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻസ് എ റൈബോ ഷുഗർ. ഓക്കെ, ഓരോ ന്യൂക്ലിയോടൈഡ് എന്തുണ്ട്? ഒരു റൈബോ ഷുഗർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, കൂടാണ്ട് ഒരു നൈട്രജൻ ബേസ്. ഓക്കെ, ഒരു റൈബോ ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ ഒരു നൈട്രജൻ ബേസ് കൂടി ഉണ്ട്. ഓക്കെ, ദ നൈട്രജൻ ബേസസ് ഇൻ RNA ആർ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താ? നമ്മളെ DNA-യിലാണെങ്കിൽ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണ്. ഇവിടെ തൈമിൻ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ട് ആളായി വരുന്നുണ്ട്, യുറാസിൽ വരുന്നുണ്ട്. ഓക്കെ, തൈമിന് പകരം ആളാ യുറാസിൽ വരുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ RNA ഹാവ് സിംഗിൾ സ്റ്റാൻഡ്. ഓക്കെ, DNA ആണെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് ആണ്. RNA ആണെങ്കിലോ? RNA എന്ന് പറയുന്ന സമയത്ത് അത് സിംഗിൾ സ്റ്റാൻഡ് ആണ്. ഓക്കെ, ഒറ്റ ഗോവണി മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്റ്റാൻഡ് ആണ് നമ്മളെ RNA എന്ന് പറയുന്നത്. ഓക്കെ, RNA എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് പ്രോട്ടീൻ സിന്തസിസ് ആണ്. ഓക്കെ, ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള, ഓക്കെ, നിങ്ങൾ വരുന്ന എക്സാംസിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് പ്രോട്ടീൻ സിന്തസൈസ്. ഓക്കെ, പ്രോട്ടീൻ സിന്തസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനമായിട്ടും രണ്ട് മെക്കാനിസം ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷനും. ഓക്കെ, ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷനും ആണ്. ഓക്കെ, സോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ചിത്രത്തിൽ ആദ്യം ചിത്രം ഒന്ന് നോക്കാം. ചിത്രം കണ്ടിട്ട് പേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, വളരെ ഈസി ആണ്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് നോക്കാം. സോ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം എന്താ? ഇത് നമ്മളെ DNA ആണ്. ഓക്കെ, ഇത് നമ്മളെ DNA ആണ്. ആരാ? നമ്മുടെ DNA മോളിക്യൂള്. ഓക്കെ, ഈ DNA മോളിക്യൂളില് എന്തുണ്ട്? DNA മോളിക്യൂളിൽ എന്തുണ്ട്? DNA മോളിക്യൂളില് മെസ്സേജ് ഉണ്ട്. നമ്മുടെ ജീൻ ഉണ്ട്. ആ ജീനിൽ ഒരു മെസ്സേജ് ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഒരു ഇൻഫോർമേഷൻ ഉണ്ട്. എന്താ ഇൻഫോർമേഷൻ? അതായത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം. ഓക്കെ, പ്രോട്ടീൻ ഉണ്ടാക്കണം. ഓക്കെ, ഇതാണ് ബേസിക്കലി പറഞ്ഞാൽ പ്രോട്ടീൻ നിർമ്മിക്കണം. ഓക്കെ, അതാണ് ഇൻസ്ട്രക്ഷൻ. സോ അത് ആര് ചെയ്യും? ആ വർക്ക് ആര് ചെയ്യും? ആര് ചെയ്യിപ്പിക്കും എന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ DNA എന്ന് പറയുന്നതിൽ ഹെഡ് ആണ്. ഓക്കെ, നമ്മുടെ DNA എന്ന് പറയുന്നത് ഇതിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന നമ്മളെ ബ്രെയിൻ ബോളിലുള്ള ഒരാളാണ്. അതായത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആളാണ്. ഓക്കെ, DNA എന്ന് പറയുന്നത് ഡയറക്റ്റ് വർക്ക് ഇൻവോൾവ് ആവില്ല, പകരം അവർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. DNA എന്ത് ചെയ്യും? mRNA ആയിട്ട് മാറും. ഓക്കെ, DNA mRNA വെച്ചാൽ മെസഞ്ചർ RNA. ഓക്കെ, DNA mRNA ആയിട്ട് മാറും. അതായത് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എന്ത്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻ. ഓക്കെ, അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഓക്കെ, mRNA അവരെന്ത് ചെയ്യുന്നു? ഈ മെസ്സേജ് ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ, എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? ഇത് ന്യൂക്ലിയസിന് ഭാഗമാണ്. ഓക്കെ, ഇത് ന്യൂക്ലിയസിനകത്താണ്. ഈ ന്യൂക്ലിയസിനകത്ത് നേരെ എവിടെ പോകും? പുറത്തേക്ക് പോകും. ഓക്കെ, അതായത് സൈറ്റോപ്ലാസ്റ്റിലേക്ക് പോകും. ഓക്കെ, ന്യൂക്ലിയസിനകത്ത് നിന്നും സൈറ്റോപ്ലാസ്റ്റിലേക്ക് ആര് പോകും? നമ്മളെ mRNA പോകും.
ഓക്കെ. mRNA ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ റൈബോസോംസ് ഉണ്ട്. എവിടെയാ? സൈറ്റോപ്ലാസ്റ്റിൽ ഒരുപാട് റൈബോസോംസ് ഉണ്ട്. ഓക്കെ, നമ്മളെ റൈബോസോം എന്ത് ചെയ്യുന്നു? റൈബോസോം പോയിട്ട് ഈ പറഞ്ഞ mRNA അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇവിടെ കാണാം. ഓക്കെ, നമ്മളെ റൈബോസോം പോയിട്ട് mRNA എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ഓക്കെ, മെസഞ്ചർ RNA പോയിട്ട് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ആ മെസ്സേജ് റൈബോസോമിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ റൈബോസോം എന്ത് ചെയ്യുന്ന വെച്ചാല് tRNA വരുത്തിക്കും. ഓക്കെ, tRNA ട്രാൻസ്ഫർ RNA. ഓക്കെ, അത് അമിനോ ആസിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ആളാണ്. ഓക്കെ, അതേപോലെ അവർ അമിനോ ആസിഡ്സിനെല്ലാം അവിടെ എത്തിക്കും. കൂടാണ്ട് നമ്മൾ റൈബോസോമിനകത്ത് RNA എന്ന ഒരാളുണ്ട്. ഓക്കെ, റൈബോസോമൽ RNA എന്ന ഒരാളുണ്ട്. അയാൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? അയാൾ ഈ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് നമ്മളെ പ്രോട്ടീൻ മോളിക്യൂളിനെ ഉണ്ടാക്കും. ഓക്കെ, നമ്മളെ അമിനോ ആസിഡുകളെ ഇവിടെ ചെയിൻ പോലുള്ള ഈ ഒരു സ്ട്രക്ചർ. ഓക്കെ, ഈ അമിനോ ആസിഡുകളെ കൂടിച്ചേർത്ത് നമ്മളെ പ്രോട്ടീൻ മോളിക്യൂളായിട്ട് മാറ്റും. അതാണ് ഇവിടെ നടക്കുന്ന മെക്കാനിസം. ഓക്കെ, സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെക്കാനിസം ആണ്. ഒന്നാമത്തെ ട്രാൻസ്ക്രിപ്ഷനും രണ്ടാമത്തെ ട്രാൻസ്ലേഷനും. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ. mRNA is formed from a specific nucleotide sequence gene in DNA with the help of various enzymes. Okay, കുറെ എൻസൈംസിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അവിടുന്ന് mRNA എന്ന പേരിൽ DNA നിന്നും ഉണ്ടാവുന്നു. ഓക്കെ, ആൻഡ് mRNA contains message for protein synthesis. ഓക്കെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെന്ന മെസ്സേജും കൊണ്ട് നടക്കുന്ന ആളാണ് ആര്? mRNA അഥവാ മെസഞ്ചർ RNA. ഓക്കെ, രണ്ടാമത്തായിട്ട് നമുക്ക് ട്രാൻസ്ലേഷനിലേക്ക് വരാം. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് സിമ്പിൾ ആണ്. നമ്മൾ DNA അവിടെ ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. നമുക്ക് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യേണ്ട ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അത് mRNA ക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ mRNA ഈ മെസ്സേജും കൊണ്ട് നേരെ സൈറ്റോപ്ലാസ്റ്റിൽ ഇറങ്ങി റൈബോസോമിന് അടുത്ത് പോകും. അത് റൈബോസോം ബോഡിയിൽ അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതാണ് എന്ന് പറയാൻ പോകുന്നത്. അതായത് tRNA അഥവാ ട്രാൻസ്ഫർ RNA ക്യാരി specific amino acid to the ribosome based on the message in the mRNA that has reached the ribosome from the nucleus. Okay, ന്യൂക്ലിയസിൽ നിന്നും പുറത്തേക്ക് എത്തിയ സൈറ്റോപ്ലാസ്റ്റിലേക്ക് എത്തിയ ആരുണ്ട്? mRNA ഉണ്ട്. ഈ mRNA പോയിട്ട് ആ ഇൻഫർമേഷൻ റൈബോസോമിന് പാസ് ചെയ്യും. ആ റൈബോസോം tRNAയിലേക്ക്. ഓക്കെ, tRNAയോട് പറഞ്ഞ് tRNA എന്ത് ചെയ്യും? ഒരു സ്പെസിഫിക് അമിനോ ആസിഡിനെ ആണ് കൃത്യമായി എത്തിച്ചിട്ട് ഈ അമിനോ ആസിഡുകളെ ജോയിൻ ചെയ്യിക്കേണ്ട പരിപാടിയാണ്. നമ്മുടെ ഉദ്ദേശം എന്താ? പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നതാണ്. ഓക്കെ, സോ ദ rRNA അടുത്ത ആളാണ്. ഓക്കെ, tRNA കഴിഞ്ഞു, അടുത്ത ആള് rRNA ആണ്. ഓക്കെ, rRNA അഥവാ റൈബോസോമൽ RNA അവരെന്ത് ചെയ്യുന്നു? വിച്ച് ആർ പാർട്ട് ഓഫ് റൈബോസോംസ് കമ്പൈൻസ് അമിനോ ആസിഡ് ടു മേക്ക് പ്രോട്ടീൻ. ഓക്കെ, ഇവർ അമിനോ ആസിഡുകളെ കൂടിച്ചേർക്കും. ഓക്കെ, അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർക്കുന്നുണ്ടാക്കും, നമ്മളെ പ്രോട്ടീൻ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് ട്രാൻസ്ലേഷൻ. സിമ്പിൾ സ്റ്റെപ്പ് ആണ്. ഓക്കെ, ഇത് കണ്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവണ്ട. ചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ഇല്ല ഇത്. ഓക്കെ, രണ്ട് സ്റ്റെപ്പുകളാണെന്നുള്ളത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും മറ്റൊന്ന് ട്രാൻസ്ലേഷനും. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ DNA. ഓക്കെ, നമ്മുടെ DNA എന്തുണ്ട്? DNA മെസ്സേജ് ഉണ്ട്. ഓക്കെ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെന്നില്ല ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്ന സാധനമാണ് DNA. അപ്പൊ DNA ഒരു സ്പെസിഫിക് സീക്വൻസിൽ അതിന് ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മളെ mRNA. ഓക്കെ, അപ്പൊ ഈ mRNA അകത്താണ് ഈ മെസ്സേജ് ഉള്ളത്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണം എന്നുള്ള മെസ്സേജ് mRNA അകത്തുണ്ട്. അവര് നേരെ ന്യൂക്ലിയസിന് നേരെ പുറത്തേക്ക് പോകും. നമ്മളെ മർമ്മത്തിൽ നിന്ന് നേരെ പുറത്തേക്ക് പോയിട്ട് സൈറ്റോപ്ലാസ്റ്റിൽ, അതായത് ആ ദ്രാവക ഭാഗം ഫ്ലൂയിഡ് പാർട്ടിലേക്ക് എത്തും. ഓക്കെ, കോശദ്രവ്യം, മലയാളത്തിൽ പറഞ്ഞ കോശദ്രവ്യം. അവിടെ എത്തിയിട്ട് അവിടെ ആരുണ്ട്? റൈബോസോംസ് ഉണ്ട്. ഓക്കെ, റൈബോസോം ഉണ്ട്. അപ്പൊ ഈ റൈബോസോമിലേക്ക് പോയിട്ട് ഈ റൈബോസോം ഇവര് തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ഈ mRNA ഈ മെസ്സേജ് നേരെ റൈബോസോമിന് കൊടുക്കും. അപ്പൊ mRNA എന്ത് ചെയ്യുന്നു? tRNAയോട് പറഞ്ഞിട്ട് അമിനോ ആസിഡ്സിനെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കും. ഓക്കെ, പിന്നീട് ഈ റൈബോസോമൽ RNA, അതായത് നമ്മള് റൈബോസോമിനകത്ത് റൈബോസോമൽ RNA ഉണ്ട്, rRNA ഉണ്ട്. അവര് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഓരോ അമിനോ ആസിഡിനെയും കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന പ്രൊസീജിയർ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇതില് യാതൊരു വിധത്തിലുള്ള ഡൗട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, ഞാൻ അടുത്ത മറ്റൊരു ടോപ്പിക് ആണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ്. ഓക്കെ, നമ്മളെ സാമ്യതകളും അതേപോലെ ചില വേരിയേഷൻസും ഉണ്ട്. ഇപ്പൊ നമ്മൾ അച്ഛനും അമ്മേനും പോലെ തന്നെയാണോ നമ്മൾ? ഓക്കെ, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമുക്ക് ചില സാമ്യതകൾ ഉണ്ടാവും. അവരുടെ രൂപത്തിൽ നമുക്ക് സാമ്യതകൾ ഉണ്ടാവും. അവരുടെ കണ്ണുകളായിരിക്കാം, അവരുടെ മൂക്കായിരിക്കാം, ചെവിയായിരിക്കാം. നിങ്ങളോട് പലരും പറയുന്നുണ്ടാവും, എന്താ നിങ്ങൾക്ക് അച്ഛന്റെ കണ്ണാന്ന് അല്ലെങ്കിൽ അമ്മയുടെ മൂക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ രൂപസാദൃശ്യം പറയുന്നുണ്ടാവും. ഓക്കെ, ആ രൂപസാദൃശ്യത്തിന് പിന്നെന്താ? ഹെറിഡിറ്റി ആണ്. ഓക്കെ, പാരമ്പര്യമാണ്. അതായത് അവരുടെ ക്രോമസോമാണ് നമ്മളെ ബോഡിയിലുള്ളത്. ഓക്കെ, നാളെ നിങ്ങൾ ഈ ക്രോമസോം നിങ്ങളെ മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരിലും ഇതുണ്ടാവും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് സാമ്യതകൾ വരാനുള്ള സാധ്യത. ഓക്കെ, അതാണ് അതിന്റെ പിന്നിലുള്ള റീസൺ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ചിത്രം വന്നിട്ടുണ്ട്. എന്താ? ഇവിടെ ഈ ഒരു ഡോഗിന്റെ ചിത്രം വന്നിട്ടുണ്ട്. നമുക്ക് കാണാം, പപ്പീസും ഉണ്ട്, ഡോഗും ഉണ്ട്. ഇതില് ഈ ചിത്രത്തിൽ എന്താ? ഈ അമ്മ ഡോഗിനെ പോലെ തന്നെയാണ് ഈ ഒരു കുട്ടി ഡോഗ്. ബാക്കി രണ്ടുപേരോ ബാക്കി 3 പേരും എന്താ? വ്യത്യസ്തരാണ്. ഓക്കെ, ഈ ഡോഗ്, ഓക്കെ, ഈ അമ്മ ഡോഗിനെ പോലെ തന്നെയാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ കുട്ടി. ഓക്കെ, ഒരേപോലെ സാമ്യതകളുണ്ട്. മറ്റു 3 പേരോ ഒരു വ്യത്യസ്തരാണ്. ഓക്കെ, അതിന് പിന്നിൽ കാരണം ക്രോമസോംസ് ആണ്, DNA ആണ്. ഓക്കെ, ജീനുകളാണ്. ഓക്കെ, അതാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ സിമിലാരിറ്റീസ് ആൻഡ്
ഡിഫറൻസസ്. ഓക്കെ, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് നോക്കാം എന്താണുള്ളത് നോക്കാം. ഓക്കെ, സോ heredity refers to the transmission of characteristics from parents to their offspring. ഓക്കെ, പാരമ്പര്യം അഥവാ ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛനും അമ്മയിലുമുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സ്വഭാവ സവിശേഷതകൾ മക്കളിലേക്ക്, ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ മക്കള്, ഓക്കെ, കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് അവർ ആ കഴിവുകൾ നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. അതിന് കാരണം ഹെറിഡിറ്റി ആണ്, ജീനുകളാണ്. ഓക്കെ, രണ്ടാമത്തെ വാരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിംഗ് ദാറ്റ് ഡിഫർ ഫ്രം ദർ പാരന്റ്. അതായത് അച്ഛനും അമ്മയിൽ നിന്നും വിഭിന്നമായിട്ട് ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതിന് കാരണം വാരിയേഷൻ ആണ്. ഓക്കെ, അച്ഛനും അമ്മേനെ പോലെ തന്നെയാണോ മക്കൾ? അല്ല, രൂപസാദൃശ്യം കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അതേ തനി കോപ്പി അല്ലല്ലോ. ചില ആൾക്കാർക്ക് അതേപോലെ എന്ന് വെച്ചാൽ അതേ ഫേസ് കട്ടൊക്കെ ഉണ്ടാവും, എന്നാലും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. ആ വേരിയേഷന് കാരണം ഈ പറഞ്ഞ ഇത് തന്നെയാണ്, DNA തന്നെയാണ്. ഓക്കെ, സോ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരന്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് വാരിയേഷൻ ആണ് ഞാൻ പറഞ്ഞത്. അതായത് ജീനുകളാണ് ഈ ഹെറിഡിറ്റിക്കും അതുപോലെ ഈ പറഞ്ഞ വാരിയേഷൻസിനും പിന്നിലുള്ള പ്രധാന റീസൺ. ഓക്കെ, ജീനുകളാണ് ഹെറിഡിറ്റിക്കും പാരമ്പര്യത്തിനും അതേപോലെ നമുക്കുള്ള വ്യത്യാസം വാരിയേഷൻസിനും കാരണം. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ദ ഹിസ്റ്റോറിക്കൽ പാത്ത് ദാറ്റ് ലെഡ് സയൻസ് ടു ഡിസ്കവറി ഓഫ് ജീൻസ് ഇസ് പിവറ്റൽ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് ആണ് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് മെന്റലിന്റെ, ഓക്കെ, ഗിൽബർട്ട് ജോഹാൻ മെന്റലിന്റെ ഒരു തിയറിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഞാനിപ്പോ ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു. എന്താ? DNA. അതായത് നമ്മൾ ആദ്യം കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് കിട്ടി ആർക്കാ? 2 സയന്റിസ്റ്റിന്. എന്തിനാണ് അവർ നടത്തിയ പഠനം? ജീൻ എഡിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, CRISPR-Cas9 എന്ന ടെക്നോളജി കൊണ്ടുവന്നു ജീൻ എഡിറ്റിംഗ് നടത്താൻ പറ്റും. ഓക്കെ, ഡിസൈറബിൾ ആയിട്ടുള്ള ജീൻസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമ്മൾ ആദ്യം പറഞ്ഞു. ഓക്കെ, പിന്നീട് നമ്മളെ DNA സ്ട്രക്ചർ പറഞ്ഞു. ഓക്കെ, അതിന് പിന്നിലുള്ള സയന്റിസ്റ്റുകളെ പറ്റി സംസാരിച്ചു. റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ ഒരിക്കലും മറക്കാൻ പാടില്ല. ഓക്കെ, ഫോട്ടോ 5.1 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മുടെ DNA സ്ട്രക്ചർ പറഞ്ഞു. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സ് എന്താന്ന് പറഞ്ഞു, ബിൽഡിംഗ് ബ്ലോക്ക് ആണ്, അല്ല എന്തൊക്കെയുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഷുഗർ ഉണ്ട്, അതുപോലെ പിന്നെ ആരുണ്ട്, ഒരു നൈട്രജൻ ബേസ് കൂടി ഉണ്ട്. നൈട്രജൻ ബേസ് എന്തൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതാണ് DNA നൈട്രജൻ ബേസ്. ഇവർ ഷെയർ ചെയ്യുന്ന ബോണ്ട് ഏതാ? ഹൈഡ്രജൻ ബോണ്ടാണ്. ഓക്കെ, പിന്നീട് അതിന് ശേഷം ഡബിൾ ഉണ്ട്, ട്രിപ്പിൾ ഉണ്ട്. ഓക്കെ, ബോണ്ടിങ് ഡബിൾ ബോണ്ടിങ് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടിങ് ഉണ്ട്. പിന്നീട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വന്നു. പിന്നീട് അതിന് ശേഷം നമ്മള് ക്രോമസോംസ്, DNA ലൊക്കേഷൻ പറഞ്ഞു. ഓക്കെ, സെല്ലിനകത്താണ്, അതേപോലെ നമ്മുടെ ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു. പിന്നീട് ക്രോമസോം എങ്ങനെയാണ് ഇത്രയും വലിപ്പമുള്ള DNA എങ്ങനെയാണ് സെല്ലിനകത്ത് അടങ്ങിയിരിക്കുന്നത്? ഓക്കെ, അതാണ് പറഞ്ഞത്. അതായത് ക്രോമസോം, ന്യൂക്ലിയോസോം എന്തെന്ന് പറഞ്ഞു, ഹിസ്റ്റോൺ ഒക്ടോമറുകൾ അതിന് പോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ DNA സ്ട്രാൻഡ് പോയിട്ട് വൈൻഡ് ചെയ്തിട്ട് ന്യൂക്ലിയോസോം ഉണ്ടാവുന്നു. ഓക്കെ, 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടിയ ഹിസ്റ്റോൺ ഒക്ടോമറിലേക്ക് നമ്മുടെ DNA സ്ട്രാൻഡ് പോയിട്ട് വൈൻഡ് ചെയ്തിട്ടുണ്ടാവുന്നു, ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാവുന്നു. പിന്നീട് ആ ന്യൂക്ലിയോസോം ആണ് എന്തായിട്ട് മാറുന്നത്? നമ്മളെ ക്രോമസോം. ഓക്കെ, ക്രോമസോമിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നടുഭാഗത്തിന് നമ്മള് സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. അതിന്റെ ഇതളുകളെയോ അതിനാ നമ്മള് ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, പിന്നീട് ശേഷം നമ്മൾ പറഞ്ഞതാണ് ഹ്യൂമൻ ക്രോമസോമം. പ്രധാനമായിട്ട് രണ്ടാണ്, ഒന്ന് സൊമാറ്റിക് ക്രോമസോമും മറ്റൊന്ന് സെക്സ് ക്രോമസോമും. ഓക്കെ, സൊമാറ്റിക് ക്രോമസോം എന്ന് പറയുമ്പോൾ നമുക്ക് 22 പെയേഴ്സ് ആണ്, അതായത് 44 വരും. അതാണ് നമ്മളെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നിർണ്ണയിക്കുന്നത്. രണ്ടാമത്തെ വരുന്ന കാറ്റഗറിയാണ് സെക്സ് ക്രോമസോം. ഓക്കെ, സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ നമ്മുടെ ലിംഗ നിർണ്ണയം, പുരുഷനായിരിക്കണോ സ്ത്രീ ആയിരിക്കണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത്. XY ക്രോമസോംസ് ഉണ്ട്. XX വന്നാൽ ഫീമെയിലും XY വന്നാൽ മെയിലും ആണ്. ഓക്കെ, അതിനുശേഷം പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? ഓക്കെ, പിന്നീട് നമ്മള് പ്രോട്ടീൻ സിന്തസൈസിനെ പറ്റി സംസാരിച്ചു. പ്രോട്ടീൻ സിന്തസൈസ് പ്രധാനമായിട്ട് 2 സ്റ്റെപ്പുകളാണ്, ട്രാൻസ്ക്രിപ്ഷനും അതുപോലെ ട്രാൻസ്ലേഷനും. ഓക്കെ, അതായത് നമ്മളെ mRNA ഓക്കെ മെസ്സേജ് കണ്ടെയ്ൻ ചെയ്യുന്നു. ആ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യേണ്ട മെസ്സേജും കൊണ്ട് എടുത്തേക്കാ പോകുന്നത് ഇവർ നേരെ റൈബോസോമിന് അടുത്ത് പോകും. റൈബോസോം ഇവർ അറ്റാച്ച് ചെയ്തിട്ട് ആ മെസ്സേജ് നേരെ tRNA കൊടുക്കും. tRNA അമിനോ ആസിഡുകൾ അവിടെ എത്തിക്കുന്നു. പിന്നീട് നമ്മളെ rRNA റൈബോസോമൽ RNA പോയിട്ട് ഈ അമിനോ ആസിഡുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാക്കുന്നു, ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. പിന്നീട് അതിനുശേഷം നമ്മൾ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മളെ ഹെറിഡിറ്റി എന്താന്ന് പറഞ്ഞു, പാരമ്പര്യം എന്താന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് രൂപസാദൃശ്യമാവാം, അവരുടെ കഴിവുകളാവാം. ഓക്കെ, ഇതിനുള്ള പിന്നിൽ ജീനുകളാണ്. അതേപോലെ വാരിയേഷൻ ആയാലും അതെ, നമുക്ക് അവരിൽ നിന്ന് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനും കാരണം ആരാ? ജീനുകളാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ് നല്ല രീതിയിൽ ഒന്നുകൂടി 1-2 തവണ കാണുക. പിന്നീട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.